ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ കുറേ ദിവസങ്ങളുടെ ഓട്ടപ്പാച്ചിലുകൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങളെ ഒരു സർപ്രൈസ് കാണിക്കാം, കൊതി വിടരുത്. എന്നാ അടി കുഞ്ഞുങ്ങളി കൊണ്ടുവന്നേക്കുന്നത്? അതാണ് അമ്മ എന്നാ കൊണ്ടുവന്നേക്കുന്നേ? അപ്പ എന്നാ ആര് കൊണ്ടുവന്ന? ആണോ? ഹായ് ഗെയ്സ്, ഇവളുടെ അപ്പൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറ. ഹലോ ഗൈസ്, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് കല്യാണമേളമൊക്കെ കഴിഞ്ഞിട്ട് മാവേലിക്കര പോയി. ഞങ്ങളുടെ ഭഗവാന്റെ പൂരം ജന്മദിനമായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ പങ്കെടുത്തിട്ട് അപ്പൊ ആര് വന്ന് കാണും? ഓഫ് കോഴ്സ് എന്റെ അച്ഛനും അമ്മയും എന്റെ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മാങ്ങ. എന്റെ അച്ഛൻ സത്യം പറയുന്ന സങ്കടം കൂടെ വന്നു. വയ്യാത്ത അച്ഛൻ അത്രയും വെയിറ്റ് ചുമന്നുണ്ട്. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയണം കേട്ടോ. എന്റെ കൂട്ടത്തിലൊരു സാധനം കാണിച്ചോട്ടെ. ഇതന്നെ തിന്നുന്നത് നേരം വെളുക്കുമ്പോൾ തിന്നുന്ന പരിപാടിയാണ്. രാവിലെ അടുക്കള രാവിലെ എനിക്ക് എന്റെ ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളിയും തോമരയും കറി, തോരൻ, ചിക്കൻ ഫ്രൈ, മോര് കറി. ചോറ് വെച്ചിട്ടില്ല. ഇതെല്ലാം എന്തിനു ചോറ് വെക്കാം? ഞങ്ങൾ അരി മേടിച്ചിട്ട് വന്നതേ ഉള്ളതുകൊണ്ടല്ലേ അരി. അപ്പം ഇത് കണ്ടോ, എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത് കണ്ടു നോക്കണം കേട്ടോ. ഇത് തുറക്കാൻ പറ്റും. കഷ്ടമുണ്ട് കേട്ടോ, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഭയങ്കര വെയിറ്റ് ആണ്. കാറിന് ഡിക്കി വെക്കാനുള്ള അച്ഛന് താങ്ങാൻ വെള്ളത്തിന് അച്ഛൻ ആ പുറത്ത് സീറ്റ് തുറന്നു. എനിക്ക് സത്യം സങ്കടം. നോക്ക് ഗൈസ്, ഇത് പിടിക്കും. ഇത് കണ്ടോ, വെള്ളവും മാങ്ങയും എന്തൊക്കെയുള്ളത്? കാന്താരി ഉപ്പിലിട്ട് പഴുത്ത മാങ്ങ. ഇത് കണ്ടോ ഗൈസ്, ഇത് വെയിറ്റ് എന്നെയാണ് പറ്റത്തില്ല. അച്ഛനാ അത് ബസ് കയറി പത്തനംതിട്ടേന്ന് അല്ലേ പറഞ്ഞ. അപ്പൊ ഇത് നമുക്ക് നിങ്ങളെ ഞാനൊന്ന് തുറന്നു കാണിക്കാം. അപ്പൊ വരുന്നവർക്കൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ വരുന്നവർക്കൊക്കെ ഇത് ഞങ്ങള് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതായിരിക്കും. അത് തുറന്നപ്പോ അതിന്റെ ആ ഭംഗി ഒന്ന് കാണട്ടെ. നോക്കട്ടെ അച്ഛൻ മാറും. അതാ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ നിങ്ങള്? കാന്താരിമുളക് കിടക്കുന്ന കണ്ടോ? അതാ ഉപ്പിലിട്ട് കൊറേ ദിവസമായിട്ട് അതെല്ലാം ഇതായിപ്പോയി. കൊറേ ദിവസമായി, 1 മാസമായി വെച്ചിട്ട്. മണം അടിച്ചിട്ടേ നല്ല മണമാണ് കുഞ്ഞുങ്ങളി. എങ്ങനെയുണ്ട്? ഇത് ഉണ്ടാക്കാം നമുക്ക്. ഞാൻ ഒരെണ്ണം തന്നേടി. ഇതൊക്കെ പറഞ്ഞാൽ ഞാനിത് കഴിച്ചില്ല കേട്ടോ. വീരാമയ്ക്ക് ഇന്നലെ വൈകിട്ടൊക്കെ ഇരുന്ന് തിന്നുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് ഇന്നലെ രാത്രിയല്ലേ ഞങ്ങൾ വന്നതേ. ഇതുണ്ടാക്കുമല്ല, കാണിച്ചു തരാം. ഗീസിന്റെ ടേസ്റ്റ് ആണുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇത് 1 മാസമായിട്ട് ഇട്ടതാണോ? 1 മാസം കൊണ്ട് മധുരമുള്ള അതവിടെ കഞ്ഞി കുടിക്കാൻ നേരത്തെ നമുക്ക്. ഇപ്പൊ നമ്മള് എരിവും പുളിയും മധുരവും കൂടെ ചേർത്ത്. നിങ്ങൾ ആ കാന്താരിമുളക് കണ്ടപ്പോ മനസ്സിലായില്ലേ? 1 മാസം മുമ്പ് ഇട്ട് വെച്ചാൽ. അതെ. എന്റെ പൊന്നെ, ഇങ്ങനെയുണ്ട് പൊന്ന. സീരിയസ് പൊന്ന, ഫസ്റ്റ് ടൈം അല്ലേ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുമെങ്കിലും ചേട്ടാ ഇങ്ങനെ കഴിക്കാറില്ല. കളയില്ല. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ചുമ്മാ കഴിച്ചു നോക്കും. പക്ഷെ സാധനം എന്റെ പൊന്നെ, ഇതിന്റെ കൂടെ നല്ല ചൂട് കുത്തരി കഞ്ഞി, അച്ചാറും തൈരും ഇതും കൂടെ പറ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോ പ്രശ്നമല്ല, നമ്മുടെ ഈ കരിക്ക് കുടിക്കാൻ നേരത്ത് നല്ല ഗ്യാസ് നാക്കിൽ ഇങ്ങനെ കുത്തുമല്ലേ എന്ന് പറഞ്ഞാൽ ഈ എരിവും പുളിയും മധുരവും പിന്നെ ഇതിന്റെ ഒരു വീര്യം കൂടെ ഉള്ളതുകൊണ്ട് നാക്കിലോട്ട് ഇത് ഗ്യാസ് കുത്തുക. ഭയങ്കര സംഭവം കേട്ടോ. കാണിച്ചേ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ എങ്ങനെയുണ്ട്? സീരിയസ്ലി പറ. അയ്യോടാ കൊതി കാരണം. കുഞ്ഞുങ്ങൾ ഇപ്പൊ ചോക്ലേറ്റ് തിന്നുണ്ട്. അയ്യോ പറ ഗൈസ്, ഇപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ഇനി
മാങ്ങ വിഭവങ്ങളായിരിക്കും. ഇത് അടച്ചു വെക്കല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ തട്ടിക്കളയും. കുറെ പേര് പിന്നെ കുറെ പേർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കണം. മറ്റേ മേഡത്തിനൊക്കെ വേണം. ഓക്കേ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോ കൊണ്ടുവന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു ചെറിയ കുപ്പിക്കകത്ത് ഇതിന്റെ ഇത് കണ്ടോ? നിങ്ങൾ തമാശ പറഞ്ഞല്ലോ, ഇത് കണ്ടോ നിങ്ങൾ? നാടൻ മാങ്ങ കേട്ടോ, നാടൻ മാങ്ങ വെള്ളത്തിൽ ഉപ്പിനകത്തിട്ടിട്ട് അതിനകത്ത് കാന്താരി മുളകൊക്കെ ഇട്ടത് കണ്ടോ നീ? സത്യം പറഞ്ഞ് ഞാൻ പറയട്ടെ, ഇത് കാന്താരി ഇട്ടത് സാധാ ഉപ്പിലിട്ട്. ഇത് ചേട്ടായിക്ക് ചിലപ്പോ എരിവ് കൂടുതൽ അച്ഛൻ പറഞ്ഞു, ചിലപ്പോ കൊച്ചവൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. ചേട്ടായിക്ക് മാത്രമായിട്ട് ഉപ്പിലിട്ടത് അച്ഛനോട് വൃത്തിയാൻ പറഞ്ഞു. ചിലപ്പോ അവൻ കൊച്ചു കഴിക്കത്തില്ലടി എന്ന് പറഞ്ഞ് അമ്മയും കൊണ്ട് സെപ്പറേറ്റ് ഇടിയിച്ച്. അയ്യോ, ഇത് ആർത്തി മൂത്ത് മേക്കപ്പ് ഒന്നും ഇല്ലാതെ ചെയ്തു പോയ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ബൈ. ഓക്കെ, കഴിക്കണം. തരട്ടെ.